ഇക്കാലത്ത് സജിനെ കുറിച്ചും ആരോപണങ്ങൾ വരുന്നുണ്ട്. അതേകണക്ക് തന്നെ രേണുസുതി. ഈ രണ്ടുപേരും ഇവർക്കറിയാവുന്ന സത്യങ്ങൾ അധികം വൈകാതെ തന്നെ തുറന്നു പറയേണ്ടതായിട്ട് വരും. അത് പൊതുജനങ്ങളോടും പറയേണ്ട അവസ്ഥ വരും, അതേപോലെ തന്നെ പോലീസിനോടും പറയേണ്ട അവസ്ഥ വരുമെന്നാണ് ഈ റൂഹിജാൻ പറയുന്നത്. സോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് മറ്റൊരു യൂട്യൂബറെ കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപം തോന്നുകയാണ്. രേണുസുതി സാനിറ്ററി നാപ്കിനുള്ളിൽ സ്വർണം കടത്തി. രേണുസുതി ഗർഭനിരോധന ഉറയ്ക്കുള്ളിൽ സ്വർണം ജനനേന്ദ്രിയത്തിനകത്ത് വെച്ച് കടത്തി. എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തിയാണ്. അതേ സിമിലിയർ ആരോപണം നേരിടുന്ന സജ്ന നൂർ എന്ന് പറയുന്ന സ്ത്രീയെ ഇപ്പോൾ വൈറ്റ് വാഷ് ചെയ്യാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. സജിനക്ക് ഒരുപാട് കാര്യങ്ങൾ ദുബായിലത്തെ കാര്യങ്ങൾ അറിയും. അപ്പൊ ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ ദുബായിലത്തെ കാര്യങ്ങൾ പറയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞില്ല. പക്ഷെ സജ്ന നൂറിന് അറിയുന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. ഓക്കെ, സജ്ന നൂറും രേണുസുതിയും ഈ ഒരു കാര്യത്തില് നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. പബ്ലിക്കിനോട് മാത്രമല്ല, ചിലപ്പോൾ പോലീസിനോടും ആൾക്കാരോടൊക്കെ. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റൂഹിജാൻ എന്ന് പറയുന്ന ഈ ഒരു മേഡത്തിന്റെ വീഡിയോയെ ടോപ്പിക് ആക്കിക്കൊണ്ട് ഞാൻ ചെയ്യുന്ന 4ാമത്തെ ഒരു വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് രേണുസുതി ആയിരുന്നു കണ്ടന്റ്. 2ാമത്തെ വീഡിയോയ്ക്ക് അത് ഖാദർ കരിപ്പൊടി, 3ാമത്തെ വീഡിയോയ്ക്ക് അത് അഗൈൻ രേണുസുതി, 4ാമത്തെ വീഡിയോ ഇതിനകത്ത് രേണുസുതിയും വരുന്നുണ്ട്. പക്ഷെ രേണുസുതിയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഞാൻ മറ്റൊരു വ്യക്തിക്ക് ഇതിനകത്ത് നൽകുന്നുണ്ട്. മറ്റാരുമല്ല, സജ്ന നൂർ. സജ്ന നൂറുമായി ബന്ധപ്പെട്ട നിരവധി കോൺട്രവേഴ്സികൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്. ഒരു ഓസ്കാർ അവാർഡ് ജേതാവുമായിട്ട് അവർക്കുള്ള ഇല്ലീഗൽ അഫെയർ, ആ ഒരു അഫെയറിനെ തുടർന്ന് അവർ ഗർഭിണിയാണ്, 9 ആഴ്ചയോളമായി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഒരു പോസ്റ്റ് വരുന്നു. അതിന് തൊട്ട് പിന്നാലെ സജ്ന വന്ന് നിഷേധിക്കുന്നു. തന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആരോ ഹാക്ക് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കോൺട്രവേഴ്സികൾ ഉണ്ടായി. അതിനിടയ്ക്ക് പലതരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വന്നു. സത്യം പറഞ്ഞ കേട്ടിട്ട് ചെവിയുടെ കർണപടം പോലും അടിച്ചു പോകുന്ന തരത്തിലുള്ള ഡയലോഗുകളാണ് സജ്നയുടേതായിട്ട് പുറത്തു വന്നിരിക്കുന്ന ആ ഓഡിയോ ക്ലിപ്പുകൾക്ക് അതെല്ലാം തന്നെ ഉള്ളത്. സോ അങ്ങനെ ഇരിക്കുകയാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിനകത്ത് സജ്ന ഒരു ഇന്റർവ്യൂ നൽകുന്നത്. അതിനകത്ത് സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള ദിയാസന തന്റെ ഫ്ളാറ്റിലെത്തി അവിടെ വെച്ച് MDMA യൂസ് ചെയ്തു, അതുകൂടാതെ അത് ഉപയോഗിക്കാണ്ട് തന്നെ നിർബന്ധിച്ചു എന്ന തരത്തിലൊരു ആരോപണം സജ്ന ഉന്നയിച്ചു. ഇതിനെ തുടർന്ന് ദിയാസന സജ്നയ്ക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. അതുകൂടാതെ മാനനഷ്ടത്തിനും ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. സോ അതിനുശേഷം ദിയാസനയുടെ ഒരു പ്രസ് മീറ്റ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സജ്ന നൂറുമായി ബന്ധപ്പെട്ട് റൂഹിജാന്റെ കേരള ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് വന്ന വീഡിയോ ഞാൻ കാണുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയുടെ കുറച്ചധികം ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. സജിനക്ക് ഒരുപാട് കാര്യങ്ങൾ ദുബായിലത്തെ കാര്യങ്ങൾ അറിയും. അപ്പൊ ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ ദുബായിലത്തെ കാര്യങ്ങൾ പറയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞില്ല. പക്ഷെ സജ്ന നൂറിന് അറിയുന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. ഓക്കെ, സജ്ന നൂറും രേണുസുതിയും ഈ ഒരു കാര്യത്തില് നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. പബ്ലിക്കിനോട് മാത്രമല്ല, ചിലപ്പോൾ പോലീസിനോടും ആൾക്കാരോടൊക്കെ. ഓക്കെ, ആരെയും സേഫ് ആക്കണം, എന്താണ് സജ്ന റസൂൽ കുക്കുറ്റിനെ സേഫ് ആക്കണം എന്ന് വിചാരിച്ചാൽ സജ്ന അത് ഞാൻ പറയട്ടെ, ഓപ്പൺ ആയിട്ട് പറയാം. കാരണം റസൂൽക്കുറ്റിയൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഓസ്കാർ വിന്നർ എന്നൊക്കെ കേൾക്കുന്നല്ലാതെ ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. അപ്പം വെൻസറിന്റെ ഈ കാര്യങ്ങളിലൊക്കെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെറും ലേഡീസ് മാത്രമല്ല ആണുങ്ങളും സ്മഗ്ലിംഗ് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് സ്മഗ്ലിംഗ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ ഈ പറഞ്ഞ വലിയ വലിയ സെലിബ്രിറ്റീസിനായിരിക്കാം, ഈ പറഞ്ഞ ചില സെലിബ്രിറ്റീസിന് അവര് ഹയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവാം. സോ ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഓപ്പൺ ആയിട്ട് പറയേണ്ടി വരും. പിന്നെ ഏതോ ഒരു ചാനലിൽ ഇരുന്നിട്ട് സജ്ന പറയുന്നുണ്ടായിരുന്നു, റസൂൽ കുക്കുറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സജ്നക്ക് അറിയില്ല ഏത് ഗ്യാങ്ങിലാണ് പെട്ടെന്ന് നാട്ടിലോട്ട് പോകാൻ, അതുകൊണ്ട് ഹി ഹാവ് ടു ബി റെഡി ടു ഗിവ് ദി ആൻസേഴ്സ് ഫോർ ദിസ്. ഇത് കേസായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ആവുമ്പം റസൂൽ കുക്കുറ്റിയും എല്ലാവരും കാര്യങ്ങൾ പറയേണ്ടി വരും. ഓക്കെ, പിന്നെ ആരെങ്കിലും ഈ കാര്യങ്ങളില് ഇല്ല ഞാനിത് പറയില്ല, ഇത് എനിക്കിത് പ്രശ്നമാവും എന്ന് ആലോചിച്ച് ആരെങ്കിലൊക്കെ സേഫ് ആക്കാൻ നോക്കിയാൽ, ഞാൻ ഇതൊരു ഭീഷണിയായിട്ടൊന്നും ചിന്തിക്കരുത്. ഞാൻ പറയുമ്പോ ഫിറ്റനായി ഞാൻ പറയുന്നതല്ല. നിങ്ങളിപ്പോ കണ്ടില്ലേ രേണുസുതിക്ക് സജ്നക്ക് വന്നത്, ഖാദർ കരിപ്പൊടിക്ക് ബാക്ക് ടു ബാക്ക് ആണ് വരും, 1 by 1 വന്നോണ്ടിരിക്കും. ഇനി അടുത്ത ടാർഗറ്റ് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അടുത്ത ആൾ റെഡി ആയിട്ട് നിന്നോ. ലൈനായിട്ടാണ് വരിക, ലൈനായിട്ട് വന്ന്
കേരളത്തിൽ എന്തിനാണ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വരുന്നതിനൊക്കെ അവിടുത്തെ ജനങ്ങൾ തന്നെ അത്ഭുതപ്പെടും. കാരണം ഈ കേസൊക്കെ ദുബായിൽ എത്തേണ്ടത്, ദുബായിൽ എത്തിയിട്ട് വേണം ഗൾഫിലോട്ടേക്ക് എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്തെത്തിക്കുക. സോ ഇതാണ് റൂഹിജാന്റെ ആ ഒരു വീഡിയോയ്ക്ക് അത് കൃത്യമായിട്ട് പറയുന്നത്. ഇതിനകത്ത് സജിനെ കുറിച്ചും ആരോപണങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ രേണുസുതി, ഈ രണ്ടുപേരും ഇവർക്കറിയാവുന്ന സത്യങ്ങൾ അധികം വൈകാതെ തന്നെ തുറന്നു പറയേണ്ടതായിട്ട് വരും. അത് പൊതുജനങ്ങളോടും പറയേണ്ട അവസ്ഥ വരും, അതേപോലെ തന്നെ പോലീസിനോടും പറയേണ്ട അവസ്ഥ വരുമെന്നാണ് ഈ റൂഹിജാൻ പറയുന്നത്. സോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് മറ്റൊരു യൂട്യൂബറെ കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപം തോന്നുകയാണ്. രേണുസുതി സാനിറ്ററി നാപ്കിനുള്ളിൽ സ്വർണം കടത്തി, രേണുസുതി ഗർഭനിരോധന ഉറയ്ക്കുള്ളിൽ സ്വർണം ജനനേന്ദ്രിയത്തിനകത്ത് വെച്ച് കടത്തി, എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തിയാണ്. അതേ സിമിലിയർ ആരോപണം നേരിടുന്ന സജ്ന നൂർ എന്ന് പറയുന്ന സ്ത്രീയെ ഇപ്പോൾ വൈറ്റ് വാഷ് ചെയ്യാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് ചിരിയാണ് വരുന്നത്. കാരണം മറ്റൊന്നുമില്ല, ഇതേ പ്രസ്തുത യൂട്യൂബറുടെ പഴയ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു വീഡിയോയ്ക്ക് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരു കാരണവശാലും അവിഹിതത്തെ സപ്പോർട്ട് ചെയ്യത്തില്ല, അവിഹിതക്കാരികൾക്കെതിരാണ് ഞാൻ, കുടുംബം തകരുന്ന കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല. സോ അന്ന് അത് പറഞ്ഞ ആളാണ് ഇന്ന് ഈ പറയുന്ന ഓസ്കർ അവാർഡ് ജേതാവിനെയും അതേപോലെ തന്നെ നമ്മുടെ സജ്ന നൂറിനെയും വെളുപ്പിക്കാനുള്ള കുട്ടിയും ബ്രഷുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ സജ്ന നൂർ ലീഗലി ഡിവോഴ്സ് ആണോ? സോറി, നമ്മുടെ ഓസ്കാർ അവാർഡ് ജേതാവ് അദ്ദേഹം ലീഗലി ഡിവോഴ്സ് ആണോ? അല്ലല്ലോ. അപ്പം താത്ത ഇപ്പൊ കൂട്ടുനിൽക്കുന്നത് അവിഹിതത്തിനല്ലേ? ഇനിയിപ്പോ അതിന്റെ പേരുമെല്ലാം മാറ്റിയോ? എനിക്കറിയത്തില്ല കേട്ടോ, മേ ബി മാറ്റിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അവിഹിതത്തിന് കൂട്ടു നിൽക്കാൻ മടിയുള്ള ആള് ഈ ഒരു വിഹിതത്തിന് കൂട്ടു നിൽക്കുന്നത്. സോ എന്തായാലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. അതിനിടയ്ക്കാണ് ദിയാസനയുടെ ഒരു ഇന്റർവ്യൂ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സോറി, ഇന്റർവ്യൂ പോട്ടെ, ഒരു ലൈവ്. ആ ഒരു ലൈവിനകത്ത് വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് സജ്ന നൂർ എന്ന് പറയുന്ന ആക്ട്രസ് അവര് ഗൾഫിൽ നിന്ന് സ്വർണം കടത്തി, ആ ഒരു ക്രൈം തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തെളിവ് തന്റെ കൈവശം ഉണ്ടായിരുന്നു. താനത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു എന്ന് ദിയാസന അവരുടെ ലൈവിൽ പറയുന്ന ഒരു ഫുട്ടേജ് എനിക്ക് കിട്ടി. നമുക്കതൊന്ന് കണ്ടു നോക്കാം. സജ്നയുടെയും അവിഹിതവും റസൂൽ പൂക്കുട്ടിയും സജ്നയും കാണിച്ചു വെച്ചിരുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റികൾ, റസൂൽ പൂക്കുട്ടി സജ്നേനെ പുറത്തേക്ക് വിടുന്നതും കൊണ്ടുപോകുന്നതും റസൂൽ പൂക്കുട്ടിയാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത് ദുബായിൽ നിന്ന് ഒരിക്കൽ വരാൻ വേണ്ടിയിട്ട്. അന്ന് റസൂൽ പൂക്കുട്ടി സജ്നയുടെ കയ്യിൽ എന്താ കൊടുത്തു വിട്ടേ? എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. എല്ലാം പ്രശ്നങ്ങൾക്ക് ശേഷം കിട്ടിയത് ഇൻഫർമേഷൻ. ഇവിടെ ഏതോ ഒരു പെണ്ണ് വന്ന് നിന്നിട്ട് വിഷയം പറഞ്ഞു എന്ന് പറഞ്ഞു സജ്നയ്ക്കെതിരെ. ആ പെണ്ണ് പ്രശ്നമാണെങ്കിൽ ആ പെണ്ണിനെതിരെ കേസ് ഉണ്ടാവട്ടെ. പക്ഷെ ആ പെണ്ണിന്റെ കൂടെയാണ് അവള് നിന്നത്. ഇനി അവള് ഗോൾഡ് കരിയർ ആയെന്ന് പറഞ്ഞാലും അവള് മറ്റതാണെന്ന് പറഞ്ഞാലും അവള് മറിച്ചതാണെന്ന് പറഞ്ഞാലും ഇവള് പറഞ്ഞായിരുന്നല്ലോ ഇന്റർവ്യൂല് വന്നിരുന്നു, ഇവളും അതിന്റെ പാർട്ടാണ്, ഇവളും അതിന്റെ പ്രതിഫലം പറ്റിയിട്ടുണ്ട്. സജ്ന അതിന്റെ പ്രൂഫുണ്ട്. സജ്ന അവിടെ നിന്ന് അയക്കണ വോയിസ് മെസ്സേജ്, മോളെ പേടിയാവണം മക്കളെ, എന്നാലും ഞാനിത് കൊണ്ടുവരികയാണേ എന്ന് പറയുന്നതിന്റെ പ്രൂഫുണ്ട്. സജ്ന സ്വർണ്ണക്കടത്ത് നടത്തിയതിന്റെ പ്രൂഫുണ്ട്. സോ ഇതാണ് ദിയാസനയുടെ സ്റ്റേറ്റ്മെന്റ്. അവർ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ഈ ഒരു ലൈവിനകത്ത് തന്റെയിലുള്ള തെളിവുകൾ ഓൾറെഡി പോലീസിന് താൻ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സജ്നയ്ക്ക് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഇൻക്ലൂഡിംഗ് വോയിസ് റെക്കോർഡ് സഹിതം പോലീസിന് താൻ ഹാൻഡ് ഓവർ ചെയ്തു എന്നാണ് ഈ പറയുന്ന ദിയാസന പറയുന്നത്. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം നമ്മുടെ പ്രസ്തുത യൂട്യൂബറോടാണ്, എന്തുകൊണ്ട് സജ്നയ്ക്കെതിരായിട്ടുള്ള ഈ ഒരു ആരോപണത്തിൽ നിങ്ങൾ പ്രതികരിക്കുന്നില്ല? നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, വെളുപ്പിക്കൽ തുടരുമെന്ന്. ഈ സ്വർണ്ണക്കടത്തിന്റെ കാര്യങ്ങൾ വെളുപ്പിക്കാമെന്നുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ചോദ്യമാണ്, അതിന് ഉത്തരമുണ്ടെങ്കിൽ പറയുക. പിന്നെ പതിവ് കലാപരിപാടിയായിട്ട് തെറിവിളിയായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് ഞാനൊരു ലൈവ് അങ്ങ് വരും, ഞാനും അങ്ങ് വിളിക്കും. കോട്ടയം പച്ചക്കറി മാർക്കറ്റിൽ കുറച്ച് നാൾ പച്ചക്കറി കച്ചവടമായിട്ട് നടന്നവനാണ് ഞാൻ. സോ അവിയല് തെറി ഞാൻ വിളിക്കും, വെറുതെ വിളിപ്പിക്കട്ടെ. ആ കാര്യം ഞാൻ മുൻകൂറായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ദെൻ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. ഇതിനകത്ത് ഇപ്പൊ റൂഹിജാൻ പറഞ്ഞ കുറച്ചധികം കാര്യങ്ങൾ ദിയാസനയും സമ്മതിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം അതെന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ പറയുന്നത് ഈ രണ്ടുപേരും ആരോപണങ്ങൾ മാത്രമേ ഉന്നയിക്കുന്നുള്ളൂ, വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഒന്നും വെച്ചിട്ടില്ല. ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോസിനെ റെഫർ ചെയ്തുകൊണ്ട് ഒരു ടോപ്പിക്കാക്കി ഇത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും നിങ്ങളുടെ അഭിപ്രായം അത് വിലയേറിയതാണ്, നിങ്ങൾ അതൊന്ന് രേഖപ്പെടുത്താണ്ട് മറക്കരുത്. ഓക്കെ, ബൈ.